പക്ഷെ ഇതിനുണ്ട് കേട്ടോ ലിമിറ്റേഷൻസ്. അങ്ങനെ ഒരു ലിമിറ്റേഷനും ഇല്ലാത്തൊരു അപ്രോച്ച് ഇല്ല ആക്ച്വലി. ഇതിന്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹ്യൂമൻ എലമെന്റ് ടോട്ടലി 0 ആണ്. വളരെ സ്റ്റാറ്റിസ്റ്റിക്കൽ മാത്തമാറ്റിക്കൽ റിലേഷൻസിന്റെ ഒക്കെ പേരിലുള്ള അനാലിസിസുകളും അനാലിസിസിന്റെ ബേസിലുള്ള റിപ്പോർട്ടുകളും ആ റിപ്പോർട്ടിന്റെ പേരിൽ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെയാണ്. നോവേർ അവിടെ ഒരു ഹ്യൂമൻ എലമെന്റ് ഇല്ല. പിന്നെ പലപ്പോഴും ഡിസിഷൻസ് ഒക്കെ വളരെ പെട്ടെന്ന് വരും. ആക്ച്വൽ മാനേജറിയൽ രീതിയിൽ നമുക്ക് ഡിസിഷൻസ് ക്വിക്ലി എടുക്കേണ്ടി വരും. ഇപ്പം നമുക്ക് ഫുൾ ഇൻഫർമേഷൻ കിട്ടി, മോഡൽ ഡെവലപ്പ് ചെയ്ത് മാത്തമാറ്റിക്കൽ ടൂൾസ് ഉണ്ടാക്കി അനലൈസ് ചെയ്ത് റിപ്പോർട്ടാക്കി ഇതിനൊന്നും സമയം കിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രായോഗിക തലത്തിലുള്ള ഉപയോഗം വളരെ ബുദ്ധിമുട്ട് വരാറുണ്ട്. ഇനി വേരിയസ് മാത്തമാറ്റിക്കൽ ടൂൾസ് ഉണ്ട് ഡിസിഷൻ മേക്കിങ്ങിന്, അത് സത്യമാണ്. പക്ഷെ ഡിസിഷൻ മേക്കിംഗ് മാത്രമല്ലല്ലോ മാനേജറൽ ആക്ടിവിറ്റീസിൽ വരുന്നത്. പ്ലാനിങ് ഉണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട്, ഉണ്ട്, കൺട്രോളിംഗ് ഉണ്ട്, കോർഡിനേഷൻ, ഒത്തിരി ഫങ്ഷൻസ് ഉണ്ട്. അതിലൊക്കെ കോമൺ ആയിട്ട് വരുന്നൊരു ഫങ്ഷനാണ് ഡിസിഷൻ മേക്കിംഗ്. പക്ഷെ അത് മാത്രമല്ലല്ലോ, വേറെ ഒത്തിരി ഫങ്ഷൻസ് ഉണ്ട്. പക്ഷെ ആ ഫങ്ഷൻസിന്റെ ഒന്നും കാര്യത്തിനെ കുറിച്ചിട്ട് യാതൊരു തരത്തിലുള്ള മെൻഷനിങ്ങും ഇല്ല നമ്മളുടെ ഇതില് മാനേജ്മെന്റ് ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡില്. പിന്നെ ദിസ് അപ്രോച്ച് അസ്യൂംസ് ദാറ്റ് ഓൾ വേരിയബിൾസ് ടു ഡിസിഷൻ മേക്കിംഗ് ആർ മെഷറബിൾ ആൻഡ് ഇന്റർഡിപെൻഡന്റ്. അതായത് നമ്മൾക്ക് ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരുമ്പോൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും മെഷർ ചെയ്യാനും തമ്മിൽ ഡിപ്പെൻഡബിളും ആണ് എന്നുള്ളൊരു ഇന്റർഡിപെൻഡന്റ് ആണ് എന്നുള്ളൊരു പൊതുവിശ്വാസത്തിന്റെ പുറത്താണ് ഈ കണ്ടീജൻസി ഈ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് മുന്നോട്ട് പോകുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. ചില ഡിസിഷൻ മേക്കിങ്ങിൽ ആശ്രയിക്കേണ്ടി വരുന്ന ചില എലമെന്റ്സുകൾ മെഷറബിൾ അല്ല. അങ്ങനെ നമുക്കതിലൊരു രണ്ടോ മൂന്നോ എലമെന്റ്സ് തമ്മിലൊരു കണക്ഷൻ ഒന്നും ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയെന്നും വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു അൺറിയലിസ്റ്റിക് അസംഷന്റെ പുറത്താണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്നുള്ളത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ട്. ഇനി ഇൻഫർമേഷൻ അവൈലബിൾ ഇൻ ദ ബിസിനസ് ഫോർ ഡിസിഷൻ മേക്കിംഗ് അത് അപ്ഡേറ്റ് ആവണമെന്നില്ല. അപ്ഡേറ്റും റിയലിസ്റ്റിക്കും അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ റിലയബിൾ അല്ല എങ്കിൽ അത് നമുക്ക് പ്രോബ്ലം, ചിലപ്പോൾ ഗുണത്തിനെക്കാട്ടിലേറെ അത്തരം മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനൊക്കെ നമുക്കറിയാം. പ്രോബ്ലം ചെയ്തു, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചു. ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ച ഡേറ്റ തെറ്റിപ്പോയാൽ ഇക്കണോമിക്കലി ഓർഡർ ചെയ്യേണ്ട ക്വാണ്ടിറ്റി എത്രയാന്നുള്ളതിന്റെ എണ്ണം തെറ്റിപ്പോവും. അങ്ങനെ എണ്ണം തെറ്റിപ്പോയാൽ പിന്നെ നമ്മൾ മാത്സിൽ വളരെ പ്രിസൈസ് ആയിട്ട് എടുത്ത ഉത്തരാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല, അതൊരു ബ്ലണ്ടർ ആയിപ്പോ. അപ്പൊ അങ്ങനെയുള്ള ഒരു പരിധികളൊക്കെ എപ്പോഴും ഈ ഒരു മെത്തേഡിനുണ്ട്. സിസ്റ്റം അപ്രോച്ച് 1915 ഒക്കെ ശേഷം ഡെവലപ്പ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ്. അതൊരു റീസെന്റ് കോൺട്രിബ്യൂഷൻ ആണ്. ഇത് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ സിസ്റ്റമാണ്. സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയുന്ന പോലെ ഒരു വെറും എൻറ്റിറ്റി അല്ല. ഒരു ഇൻപുട്ടും ഒരു പ്രോസസ്സും ഒരു ഔട്ട്പുട്ടും ഒക്കെ ഉള്ള ഇന്റർഡിപെൻഡന്റും ഇന്റർ കണക്റ്റഡും ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ സബ്സിസ്റ്റങ്ങൾ ചേർത്ത് വെച്ച ഒരു വലിയ സിസ്റ്റത്തിനെയാണ് ഓർഗനൈസേഷൻ എന്ന് പറയാം. അപ്പൊ ഇവിടെ സബ്സിസ്റ്റംസ് ഉണ്ട്, റിലേറ്റഡും ഇന്റർ കണക്റ്റഡും ഇന്റർ ഡിപ്പെൻഡന്റും ആണ്. ഒരു ഇന്റഗ്രേഷനും അതിൻ്റെ ഒരു പ്രോസസ്സും അതിനൊരു ഇൻപുട്ടും ഒരു പ്രോസസ്സും ഒരു ഔട്ട്പുട്ട് ഉണ്ട്. ഇതൊരു സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്തു പോകുമ്പോൾ മാത്രമേ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ എന്ന ഒരു അപ്രോച്ചിനെയാണ് സിസ്റ്റംസ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇത് പറയുന്നത് സിസ്റ്റംസ് ഒന്നെങ്കിൽ ഓപ്പൺ ആവും, ക്ലോസ്ഡ് ആവും. ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് എൻവിറോൺമെന്റുമായിട്ട് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളത്. ഇനി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അത് ഒരുപാട് സബ്സിസ്റ്റമായിട്ട് കമ്പോസ് ചെയ്യുന്നതാണ്. അത് ഒരു ഓപ്പൺ സിസ്റ്റം ആണല്ലേ. നമ്മൾ വായു ഓക്സിജൻ എടുക്കുന്നത് പുറത്തുനിന്നാണ്. അപ്പം അങ്ങനെ അപ്പം അതൊരു പുറമേന്ന് കാര്യങ്ങൾ സ്വീകരിക്കുന്നതും പുറമേക്ക് കാര്യങ്ങൾ ഡിസ്പോസ് ചെയ്യുന്നതുമായിട്ടുള്ളൊരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അതൊരു ഓപ്പൺ സിസ്റ്റമാണ്. ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം ഇന്ററാക്ഷൻ ഇല്ല. ഇറ്റ് ഈസ് ഐസൊലേറ്റഡ് അല്ലെങ്കിൽ ഇൻസുലേറ്റഡ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവിറോൺമെന്റ് എന്ന് പറയുന്നത്.
അപ്പൊ ട്രഡീഷണലി ഓർഗനൈസേഷനെ ക്ലോസ്ഡ് സിസ്റ്റം ആയിട്ടാണ്, അതൊരു ഓർഗനൈസേഷൻ, അതിന്റെ രീതികൾ അങ്ങനെ. പക്ഷെ മോഡേൺ കോൺസെപ്റ്റിൽ ഇത് ഓപ്പൺ സിസ്റ്റമാണ്. എൻവിറോൺമെന്റ് ഉണ്ട്, ആ ഇന്റേണലും എക്സ്റ്റേണലും ഉണ്ട്. ഇന്റേണലും എക്സ്റ്റേണലിലുള്ള ഫാക്ടേഴ്സിനൊക്കെ അനുസരിച്ചിട്ട് തന്നെ ഇൻപുട്ടുകൾ സ്വീകരിക്കുകയും അതിന്റെ പ്രോസസ്സിംഗ് നടത്തി ഔട്ട്പുട്ടുകളെയും കൊടുക്കുന്ന ഒരു രീതി തന്നെയാണ് ഒരു ഓപ്പൺ സിസ്റ്റത്തിന്റെ സംവിധാനമാണ് ഒരു ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. ഇന്റർഡിപെൻഡന്റ് ആണ്. നമുക്കറിയാം, നമുക്കിപ്പോൾ നമ്മുടെ ഒരു ശരീരം ഒരു സിസ്റ്റമാണ്. നമ്മുടെ കൈയൊന്നും അനങ്ങിയില്ലെങ്കിൽ നമ്മുടെ എൻറ്റയർ ബോഡിയുടെ പ്രവർത്തനം താളം തെറ്റിയില്ലേ? അതുപോലെ അത് മൊത്തം സിങ്കായിട്ട് പ്രവർത്തിക്കുമ്പോഴല്ലേ നമ്മൾ എന്നും കാണുന്ന പോലെ നമ്മൾ എണീച്ചിങ്ങനെ നടക്കുമെങ്കിലും ഒരു അവയവത്തിന് പ്രവർത്തനത്തിന് ഒരു താളപ്പുഴ വരുമ്പോഴല്ലേ നമ്മൾ അതിന് അസുഖം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇത് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ തന്നെയല്ലേ നമുക്ക് നമ്മുടെ ലൈഫും സ്മൂത്ത് ആവുന്നുള്ളൂ. അതേപോലെയാണ് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അതിലൊരു ടാസ്ക് ഉണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിൽ ആൾക്കാരുണ്ട്, ടെക്നോളജി ഉണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ സബ്സിസ്റ്റമാണ്. ഈ സബ്സിസ്റ്റങ്ങൾ ഇന്റഗ്രേറ്റഡ് ആയിട്ടും ഇന്റർ റിലേറ്റഡ് ആയിട്ടും ഇന്റർഡിപെൻഡന്റ് ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ആ ഓർഗനൈസേഷൻ എന്ന മൊത്തം സിസ്റ്റമിൽ ഫങ്ഷൻ ചെയ്യുള്ളൂ എന്ന് പറയുന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കൺസിഡറേഷൻ ഓഫ് ഹോൾ സിസ്റ്റം. നമ്മൾക്ക് നോ പാർട്ട് ഓഫ് ദ സിസ്റ്റം ക്യാൻ ബി ആക്യുറേറ്റ്ലി അനലൈസ്ഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് അപ്പാർട്ട് ഫ്രം ദ ഹോൾ സിസ്റ്റം. ഒരിക്കലും ആ സിസ്റ്റത്തിന്റെ ഒരു ചെറിയ പോർഷനെ മാത്രം എടുത്ത് പഠിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ ആ ഹോൾ സിസ്റ്റത്തിനെയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ചെറിയ ചെറിയ പാർട്ടുകളെ മനസ്സിലാക്കാതെ ഈ ഹോൾ സിസ്റ്റത്തിനെ ഇവാലുവേറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പൊ ആക്ച്വലി ഈ ചെറിയ ചെറിയ ഒരു ഓർഗനൈസേഷന്റെ ഈ ടാസ്ക് എന്താണ്, സ്ട്രക്ചർ, പീപ്പിൾ, ടെക്നോളജി എന്ന് പറയുന്ന ചെറിയ ചെറിയ സബ്സിസ്റ്റങ്ങൾ എങ്ങനെയാണ്, അതെങ്ങനെ ഇന്റർ റിലേറ്റ് ചെയ്ത് ഇന്റർ കണക്ട് ആയിട്ടാണ് ഒരു ഹോൾ സിസ്റ്റമായിട്ട് പ്രവർത്തിക്കുന്നത്, അത് മുഴുവനായിട്ടുള്ള സിസ്റ്റമായിട്ടും സെപ്പറേറ്റുള്ള പാർട്സ് ആയിട്ടും ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ടും വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ആവശ്യമാണ്. ഇൻഫർമേഷൻ, എനർജി, മെറ്റീരിയൽ, ഇതാണ് പറയുന്നത് ഒരു സിസ്റ്റത്തില്. ഇൻഫർമേഷൻ, ടെക്നോളജി, എനർജി എന്ന് പറയുന്നത് ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു വിൽ പവർ. മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഏതൊരു ഓർഗനൈസേഷൻ ആയാലും പ്രൊഡക്ഷൻ ഉണ്ടാവും, ഇനി സർവീസ് ആണെങ്കിൽ അങ്ങനെ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് മെറ്റീരിയൽസ്. അപ്പൊ ഔട്ട്പുട്ട് സർവീസ് ആണെങ്കിൽ മെറ്റീരിയൽസ് നമ്മൾ ഇൻപുട്ടായിട്ട് പറയില്ല. മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ അതിൽ ഇൻപുട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും ഇൻഫർമേഷൻ, എനർജി, മെറ്റീരിയൽ, ഇതാണ് അതിന്റെ ഇൻപുട്ടുകളായിട്ട് വരിക. ഇനി ഒരു ഓർഗനൈസ് സിസ്റ്റത്തിന് എപ്പോഴും ഡിഫൈൻഡ് ബൗണ്ടറീസ് ഉണ്ടാവും. ആ സിസ്റ്റത്തിന് അതിന്റെ എൻവിറോൺമെന്റിൽ നിന്ന് മാറ്റുന്ന ഒരു ബൗണ്ടറി. ഇപ്പോൾ ഓപ്പൺ സിസ്റ്റം ആണെങ്കിൽ ബൗണ്ടറീസ് ആർ പെനിട്രേറ്റബിൾ എന്ന് വെച്ചാൽ കടന്നു പോകാൻ പറ്റും. ആ ബൗണ്ടറിക്ക് ഉള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കുള്ള പ്രവേശനം ഉണ്ട്. ക്ലോസ്ഡ് സിസ്റ്റം ആണെങ്കിൽ അതില്ല എന്നാണ്. അപ്പൊ ഈ ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ ബൗണ്ടറീസ് വളരെ റിജിഡ് ആണ്. പക്ഷെ ഒരിക്കലും ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ക്ലോസ്ഡ് അല്ല. ആ ഓർഗനൈസേഷന്റെ വെളിയിൽ ക്രെഡിറ്റേഴ്സ്, സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, ഗവൺമെന്റ് ഏജൻസീസ്, അങ്ങനെ ഒരുപാട് മൈക്രോ ആൻഡ് മാക്രോ ആയിട്ടുള്ള ഒരു വലിയ എൻവിറോൺമെന്റ് തന്നെയുണ്ട്. ഈ എൻവിറോൺമെന്റിലേക്ക് കാര്യങ്ങൾ കൊടുക്കലും എൻവിറോൺമെന്റിൽ നിന്ന് കാര്യങ്ങൾ വാങ്ങിക്കുന്നതും ഒരു സംവിധാന ഒരു രീതിയുണ്ട്. അത് കറക്റ്റ് എവിടെ ഓർഗനൈസേഷൻ അവസാനിക്കുന്നു എന്നുള്ളതിന് ഡിഫൈൻഡ് ആയിട്ടുള്ള ബൗണ്ടറീസ് ഉണ്ട്. സിനർജി എന്ന് പറയുന്നത് എപ്പോഴും ഈ സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ട്, കമ്പൈൻഡ് ഔട്ട്പുട്ട് എപ്പോഴും കൂടുതലായിരിക്കും, മോർ ദാൻ ആയിരിക്കും. ഈ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സംഭവങ്ങള് സെപ്പറേറ്റ് പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്നതിലും കൂടുതലായിരിക്കും ഇവ ചേരുമ്പോൾ. അത് നമ്മൾ 1+1=3 എന്ന് പറയുന്നത്. അപ്പൊ ഒരിക്കലും ഈ ടാസ്ക് ആയിക്കോട്ടെ, സ്ട്രക്ചർ ആയിക്കോട്ടെ, പീപ്പിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടെക്നോളജി ആയിക്കോട്ടെ, ഇതൊന്നും സിനർജിക്ക് എഫക്റ്റ് തരണം. പീപ്പിൾ ഒരു വഴിയിൽ, ടാസ്ക് ഒരു വഴിയിൽ, സ്ട്രക്ചർ വേറെ വഴിയിൽ, ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. സിസ്റ്റം എന്ന് പറയണമെങ്കിൽ അവിടെ ഒരു സിനർജി ഉണ്ടാകണം. അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെ തമ്മിൽ ചേരാത്ത കുറച്ച് ഭാഗങ്ങൾ പോലെ. ഇപ്പൊ നമുക്കറിയാം ട്രെയിൻ ഒരു വലിയ സിസ്റ്റമാണ്.
ഓരോരോ ബോഗി ആയിട്ടുള്ള സബ് സിസ്റ്റങ്ങൾ കൊണ്ട് ഒരേ ഡയറക്ഷനിലേക്ക് പോവാം. ഇതിലൊരു ബോഗി പാളം തെറ്റിയ ട്രെയിൻ ആ ബോഗി മാത്രമായിട്ട് വീണിട്ട് ബാക്കി ഭാഗം പോവില്ലല്ലോ, മൊത്തം ട്രെയിൻ അവിടെ നിൽക്കും. പിന്നെ ഒരു ബോഗി ഫ്രണ്ടിലോട്ടും ഒരു ബോഗി ബാക്കിലോട്ടും വലിച്ചാലും ട്രെയിൻ അവിടെ വിട്ടുപോവല്ലേ ഉള്ളൂ. ഇതന്നെയാണ് ഓർഗനൈസേഷന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ ഒരുമിച്ച് പോയാലും സിനർജിക് ഇഫക്റ്റ് ഉണ്ടായി ഒരുമിച്ച് പോയാൽ മാത്രമേ ഓർഗനൈസേഷന്റെ മുന്നോട്ടുള്ള ഒരു ജേർണി സ്മൂത്ത് ആവുള്ളൂ. ഫീഡ്ബാക്ക് മെക്കാനിസം വേണം. എപ്പോഴും നമ്മൾ ഒരു ഓർഗനൈസേഷൻ ഒരു ഐസൊലേറ്റഡ് അല്ല, ഒരിക്കലും അതൊരു ക്ലോസ്ഡ് സിസ്റ്റം അല്ല, ഓപ്പൺ സിസ്റ്റം ആണ്. അതൊരു എൻവിറോൺമെന്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു സിസ്റ്റമിന് അഡോപ്റ്റ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റണം ഈ എൻവിറോൺമെന്റിന്റെ മാറ്റങ്ങൾക്ക് അനുസരിച്ചെങ്കിൽ അതിനൊരു ഫീഡ്ബാക്ക് മെക്കാനിസം വേണം. ഒരു സിസ്റ്റം ആണെങ്കിൽ ഇൻപുട്ട്, പ്രോസസ്, ഔട്ട്പുട്ട്, ആ ഔട്ട്പുട്ടിൽ നിന്ന് തിരിച്ച് ഇൻപുട്ടിലേക്ക് ഒരു ഫീഡ്ബാക്കും ഉണ്ടായിരിക്കും. മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ് സൈക്കോളജിയും സോഷ്യോളജിയും ഇക്കോളജിയും ഇക്കണോമിക്സും മാത്സും സ്റ്റാറ്റിസ്റ്റിക്സും ഓപ്പറേഷൻസ് റിസർച്ചും എന്ന് വേണ്ട ഒരുപാട് എന്താ പറയുക സബ്ജക്റ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു അപ്രോച്ചും കൂടിയാണ്. പിന്നെ ജനറൽ ആൻഡ് സ്പെഷ്യലൈസ്ഡ് സിസ്റ്റംസ് ഉണ്ടായിരിക്കും. ജനറൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സാധാരണ ഫോർമൽ ഓർഗനൈസേഷൻ മാത്രമാണ്. സ്പെസിഫിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് ഇതനുസരിച്ചിട്ട് സ്പെഷ്യലൈസ്ഡ്, അത് ഓരോ ഓർഗനൈസേഷന്റെ രീതി അനുസരിച്ചിട്ട് അതിൻ്റെതായ പ്രത്യേകതകളോട് കൂടിയിട്ടുള്ള സിസ്റ്റംസ് ആയിരിക്കും. സോ അതാണ് ജനറൽ ആൻഡ് സ്പെഷ്യലൈസ്ഡ് സിസ്റ്റം. സിവിൽ സിസ്റ്റം അപ്രോച്ചിന്റെ ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ സിസ്റ്റം അപ്രോച്ച് എന്ന് പറഞ്ഞാലും